നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 1-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 18-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, അവധി ദിവസമാണ്. നമുക്ക് സന്തോഷത്തോടു കൂടി വീട്ടിൽ എല്ലാവരും ഒത്ത് നിൽക്കാൻ പറ്റുന്ന ദിവസമാണ്. കുടുംബത്തിൽ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ കുടുംബം ഇമ്പം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം ആവുകയുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ഇമ്പം ഉണ്ടെങ്കിൽ, നമുക്ക് നിൽക്കാനൊരു സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവധി ദിവസത്തിന് പ്രാധാന്യമുള്ളൂ. മാത്രമല്ല, ഇന്നത്തെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. അപ്പോൾ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം അത്ര കണ്ട് ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. അപ്പോൾ ഇന്നത്തെ അവധി ദിവസമാണ്. എന്നാലും നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശുഭനക്ഷത്രമല്ല. പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന നക്ഷത്രമാണ് ആയില്യം. അതുകൊണ്ട് ഇന്ന് ശുഭ കാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. വീട്ടിൽ സന്തോഷത്തോടെയൊക്കെ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ ഇടവ മാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ശരിക്കും സൂര്യൻ്റെ ദിവസം വന്നിരിക്കുക. സൂര്യൻ പ്രകാശത്തെ തരും. പ്രപഞ്ചനാഥനാണ് സൂര്യൻ. നമ്മളെ ഏറ്റവും ഉയർച്ചയിലേക്ക് നയിക്കുന്നവനാണ് സൂര്യൻ. ഉന്നതിയെ തരുന്ന ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ സൂര്യഭഗവാന്റെ ദിവസമാണ് ഇന്ന്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക് പ്രശസ്തിയും ഉയർച്ചയും ഉന്നതിയും പ്രദാനം ചെയ്തു തരും എന്നുള്ളതിന് സംശയം വേണ്ട. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാലഘട്ടം. കാരണം സൂര്യനാണ്, ചൂടാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ടെൻഷനും അസ്വസ്ഥതയിലൂടെ കാര്യങ്ങൾ കടന്നു പോകും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുക എന്നതാണ്. അപ്പോൾ സൂര്യപ്രകാശം നമ്മളിലേക്ക് പതിക്കത്തക്ക രീതിയിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നെഗറ്റീവ് ഭാവം നമ്മളിൽ നിന്ന് മാറിക്കിട്ടും. ഇന്നും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങാം. അവധി ദിവസമാണ്. വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു ദിവസമാണ് കൂടുതലായിട്ട്. പക്ഷേ വൈകുന്നേരമാണ് രാവുകാല സമയം പറഞ്ഞത്. കലണ്ടറിൽ 4:30 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം 5 മണി 5 മിനിറ്റ് തൊട്ട് 6 മണി 39 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും 4:30 മണി മുതൽ 6 മണി വരെ എന്ന് കരുതിയിട്ട് 6 മണി കഴിയുമ്പോൾ ചിലപ്പോൾ രാവുകാല സമയത്തായിരിക്കും ഇറങ്ങണേ. നാളത്തേക്ക് കഴിയുമ്പോൾ ഈ രാവുകാലം തുടങ്ങി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കില്ല. ശരിക്ക് 5 മണി 5 മിനിറ്റ് തൊട്ട് 6 മണി 39 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. യാത്രയ്ക്ക് എടുക്കുമ്പോൾ ഈ രാവുകാല സമയം മുമ്പോ പിമ്പോ യാത്ര തുടരുക. അതുപോലെ തന്നെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11 മണി 56 മിനിറ്റ് തൊട്ട് 12 മണി 46 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ യമകണ്ഠ കാലസമയവും ഗുളിക കാലസമയവും എല്ലാ ദിവസവും ഉണ്ട്. ഈ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിനും കൊള്ളൂല. അതിൽ ഗുളിക കാലസമയം വരുന്നത് 3 മണി 31 മിനിറ്റ് തൊട്ട് 5 മണി 5 മിനിറ്റ് വരെയും, യമകണ്ഠ കാലസമയം വരുന്നത് 12 മണി 22 മിനിറ്റ് തൊട്ട് 1 മണി 57 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അത്ര കണ്ട് നല്ലതല്ല. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റോസ് കളറോ അല്ലെങ്കിൽ ചുടുകല്ലിൻ്റെ കളറോ താമരപ്പൂവിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും കുറച്ച് ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യാനും സഹായിക്കും.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.